നമസ്കാരം. പ്രധാന വാർത്തകൾ. തങ്കയങ്കി രഥഘോഷയാത്ര നാളെ ശബരിമലയിലെത്തും. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര നാളെ സന്നിധാനത്തെത്തും. നാളെ വൈകിട്ട് 6:25 തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തുക. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് സോപാനത്തെത്തുന്ന തങ്കയങ്കി ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തും. ഇതിന് പിന്നാലെ ദീപാരാധനയുണ്ടാകും. ഡിസംബർ 26 12-നും 12:30 ഇടയിൽ മണ്ഡലപൂജയും സന്നിധാനത്ത് നടക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രണം ഉണ്ടാകുമെന്ന് പത്തനംതിട്ട കളക്ടർ അറിയിച്ചു. എക്സൈസ് ഇൻസ്പെക്ടറുടെ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. പരിശോധനയിൽ ഏതാണ്ട് 72,500 രൂപയും വാഹനത്തിൽ നിന്ന് 10 കുപ്പി മദ്യവും പിടിച്ചെടുത്തു. 42,500 രൂപയോളം വാഹനത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. എക്സൈസ് ഓഫീസറുടെ പക്കൽ നിന്നാണ് 30,000-ഓളം രൂപ പിടിച്ചെടുത്തത്. ഇതിനൊപ്പം 3 ക്രിസ്മസ് കേക്കുകളും കണ്ടെത്തിയിട്ടുണ്ട്. ക്രിസ്മസ് തലേന്ന് പണത്തിന്റെയോ മദ്യത്തിന്റെയോ ഇടപാടുകളുണ്ടോ എന്നറിയാനായിരുന്നു വിജിലൻസ് പരിശോധന. ഓഫീസിൽ പരിശോധിക്കും മുമ്പാണ് വാഹനം പരിശോധിച്ചത്. ഈ പരിശോധനയിലാണ് 10 കുപ്പിയോളം വരുന്ന വിദേശ മദ്യം കണ്ടെത്തിയത്. നെയ്യാറ്റിൻകരയിൽ ക്ഷേമ പെൻഷൻ വിതരണത്തിന് പോയ ബാങ്ക് ജീവനക്കാരന് വെട്ടേറ്റു. നെയ്യാറ്റിൻകരയിൽ ക്ഷേമ പെൻഷൻ വിതരണത്തിന് പോയ ബാങ്ക് ജീവനക്കാരന് വെട്ടേറ്റു. ബാലരാമപുരം സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ ലെനിനാണ് വെട്ടേറ്റത്. പുന്നക്കാട് ഭാഗത്ത് വീട്ടിൽ പെൻഷൻ നൽകുന്നതിനിടെയാണ് ആക്രമണം. ഒരാളെത്തി കയ്യിലിരുന്ന ആയുധം കൊണ്ട് തലയ്ക്ക് വെട്ടുകയായിരുന്നു. അക്രമിയെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇയാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. വെട്ടേറ്റ ലെനിനെ നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആർമി വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞു. പതിച്ചത് 150 അടി താഴ്ചയിലേക്ക്. ജമ്മുകാശ്മീരിൽ സൈനിക വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞ് 5 സൈനികർക്ക് വീരമൃത്യു. 18 സൈനികരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ഡ്രൈവർ അടക്കം 10 പേർക്ക് പരിക്കേറ്റു. 150 അടി താഴ്ചയിലേക്കാണ് സൈനിക വാഹനം മറിഞ്ഞതെന്നാണ് വിവരം. പരിക്കേറ്റവരുടെ നില ഗുരുതരമാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പുഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം മെന്തറിലെ ബെൽനോയി ഏരിയയിലൂടെ കടന്നുപോകുന്ന വാഹനം വൈകിട്ട് 5:40 അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിൽ 11 മറാത്ത ലൈറ്റ് ഇൻഫൻട്രി ടീമാണ് ഉണ്ടായിരുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റി. പകരം കേരളത്തിന് പുതിയ ഗവർണർ. കേരള ഗവർണർക്ക് മാറ്റം. ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാർ ഗവർണറാക്കി ഉത്തരവിറക്കി. പകരം BJP നേതാവും ബീഹാർ ഗവർണറുമായ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കർ കേരള ഗവർണറാകും. സംസ്ഥാന സർക്കാരും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ മാറ്റമെന്നാണ് ശ്രദ്ധേയം. നേരത്തെ സെപ്റ്റംബർ 5 ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ എന്ന നിലയിൽ 5 വർഷം പൂർത്തിയാക്കിയിരുന്നു. അടുത്ത വർഷം രാജ്യത്ത് നടപ്പാക്കുന്ന പ്രധാന തെരഞ്ഞെടുപ്പുകളിലൊന്നാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിന്റെ ഭാഗമായാണ് നീക്കമെന്നാണ് വിലയിരുത്തൽ.